നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അയ്യോ, മാമിന്റെ കൈക്ക് ഇതെന്തു പറ്റി? ഇതെപ്പോ സംഭവിച്ചു? ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ മാം. ഇതെങ്ങനെ സംഭവിച്ചു മാം? മാം എവിടെയെങ്കിലും തട്ടി വീണോ? അതോ മാമിന് ആരെങ്കിലും വീഴ്ചതാണോ? അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ അവരെ ആരും വെറുതെ വിടാൻ പാടില്ല. അയ്യോ, എന്നെ ആരും വീഴ്ത്തിയതല്ല. ആരെങ്കിലും വീഴ്ത്താൻ ശ്രമിച്ചാ ഞാൻ അങ്ങനെ വീഴുകയില്ല. മാമിന്റെ കൈ അനക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണല്ലോ. എന്താ ഉണ്ടായതെന്ന് മാം പറയുന്നില്ലല്ലോ. ഷോക്ക് അടിച്ചതാ. ഷോക്ക് അടിച്ച സമയത്ത് കൈ മേശയിൽ ചെന്നിടിച്ചു. കൈ ഫ്രാക്ചറായി. ഇന്നലെ രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഒരാഴ്ച കൈ അനങ്ങാതെ സൂക്ഷിക്കാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോ മാമിന് ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? അത് സാരമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. മാം, ഈ സാരി മാമിനെ കുളിച്ചു മാറാനുള്ളതല്ലേ? മന്ദാകിനി കൊണ്ടുവച്ചിട്ട് പോയതാ. ഈ അവസ്ഥയില് മാം എങ്ങനെ തനിയെ കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യും? അത് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം, നിങ്ങൾ പൊയ്ക്കോ. മാം, ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് മാം ഇവിടെ തന്നെ ഇരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. മാമിന് ഒറ്റയ്ക്ക് കുളിച്ച് ഡ്രസ്സ് മാറാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഏയ്, അതൊന്നും പ്രശ്നമല്ല. പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്തായാലും മാമിന്റെ ഈ അവസ്ഥയിൽ കുളിച്ചിട്ട് ഡ്രസ്സ് മാറാൻ കഴിയില്ല. മാമിനെ ഞങ്ങള് സഹായിക്കട്ടെ? ഞങ്ങള് മാമിനെ കുളിപ്പിച്ച് ഡ്രസ് മാറാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ട മക്കളെ, നിങ്ങള് എനിക്ക് വേണ്ടി വെറുതെ ബുദ്ധിമുട്ടുണ്ട്. മാം, മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഇതൊക്കെ ചെയ്യാൻ മാമിന് കഴിയില്ലല്ലോ. മാമിനെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. മാം, ഞങ്ങളെ അന്യരായിട്ടാണോ മാം കാണുന്നത്? ഞങ്ങളെല്ലാരും മാമിന്റെ മക്കളാണെന്ന് മാം തന്നെയല്ലേ പറയാറുള്ളത്? അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായ മക്കൾക്ക് കെയർ ചെയ്യാനുള്ള കടമയില്ലേ മാം? മക്കളെ, ഞങ്ങളുടെ സ്വന്തം അമ്മയ്ക്ക് ഇങ്ങനെ വന്നാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യണ്ടേ മാം? അങ്ങനെ കരുതിയാ മതി. മാം എണീക്ക്, ഞങ്ങൾ മാമിനെ കുളിപ്പിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തരാം. ഞങ്ങളെ മക്കളായിട്ടാണ് കാണുന്നതെന്ന് മാം പറയുന്നതില് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞങ്ങളെ മാം എതിർക്കില്ല. കിരൺ, നിങ്ങൾ എന്നെ വിഷമത്തിലാക്കരുത്. മാം, ഞങ്ങൾ മാമിനെ വിഷമത്തിലാക്കിയതല്ല, മാമിന്റെ വിഷമം മനസ്സിലാക്കിയതാ. ശരി മക്കളെ. ഇവിടെ മാമിനൊരു ആപത്ത് വന്നാ കെയർ ചെയ്യാൻ ഞങ്ങളൊക്കെ അല്ലാതെ വേറെ ആരാ ഉള്ളത്? മാം ഇക്കാര്യത്തില് മറ്റൊന്നും വിചാരിക്കണ്ട. വന്നേ, ഞങ്ങള് മാമിനെ ഹെൽപ്പ് ചെയ്യാം. ഇതിനൊക്കെ ഞങ്ങൾ ഉപകരിച്ചില്ലെങ്കിലേ പിന്നെ ഞങ്ങൾ മക്കളാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. വരണം മാഡം. വാ മാം. നമ്മുടെ പണി ഏറ്റു. നമ്മൾ വെച്ച കെണിയിൽ റീനാമ്മ ഇത്ര പെട്ടെന്ന് വീഴുമെന്ന് കരുതിയില്ല. റീനാമ്മയെ ഷോക്കടിപ്പിച്ച് കിടത്തണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെയാ അതിനനുകൂലമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായത്. ക്യാമറ വെക്കാൻ ടെക്നീഷ്യൻ വന്നതുകൊണ്ട് നമ്മള് റീനാമ്മയ്ക്ക് കൊടുത്ത ഷോക്ക് അവരുടെ അക്കൗണ്ടിലായിട്ടുണ്ടാവും. ഇന്നലെ രാത്രിയിലെ പാവത്തിന് ഹോസ്പിറ്റലിൽ നിന്ന് ആളുകൾ വന്നാ കൊണ്ടുപോയത്. ഷോക്കടിയില് ഒരു കൈക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഷോക്കടിപ്പിച്ചേ അവരെ ഒരാഴ്ചയെങ്കിലും കിടത്തണമെന്നാ ഞാൻ പ്ലാൻ ചെയ്ത. എന്തായാലും കിട്ടിയത് ഒരാഴ്ചയാണെങ്കിലും റീനാമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പണി തന്നെയാ.
ഇവിടെ എല്ലാവർക്കും മെന്റൽ ഷോക്ക് കൊടുത്ത് ആളാവാൻ നോക്കുന്ന റീനാമയ്ക്ക് കിട്ടിയ ഷോക്ക് റിയൽ ഷോക്ക് തന്നെയായത് നന്നായി. ഇനി ആ പെണ്ണുമ്പിള്ള അടങ്ങി ഒതുങ്ങി കുറച്ചു നാള് ഒരു മൂലയ്ക്ക് അവിടെ ഇരുന്നോളും. നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഇതിനകത്ത് നടക്കാം. അവരുടെ കൈ മാത്രമല്ല, കാലുകൾ കൂടി ഷോക്ക് അടുപ്പിക്കണമായിരുന്നു. ഇനിയും അവസരം വരും. കുറച്ച് ദിവസമെങ്കിലും അവരെ നമ്മൾ ബെഡിൽ കിടത്തും. പിന്നൊരു കാര്യം, ഈ ഷോക്ക് ട്രീറ്റ്മെന്റിന് പിന്നിൽ നമ്മളാണെന്ന് ഒരു കിളിക്കുഞ്ഞു പോലും അറിയരുത്. എന്നാലേ ഇതുപോലെ ആ 5 സുന്ദരികളെയും നമുക്ക് വകവരുത്താൻ കഴിയൂ. റീനാമ്മ മാത്രമല്ല, അവരും നമ്മുടെ ടാർഗറ്റാ. മതി മക്കളെ, മതി. ഇനി മുതല് മാം ഇതുപോലെ ഒരുങ്ങണം. മാമിന്റെ കൈ വയ്യാതായതുകൊണ്ട് മാമിന്റെ ഗെറ്റപ്പിന് ഒരു കുറവ് വരാൻ പാടില്ല. മാമിന്റെ കൈ വയ്യാതായെന്ന് കരുതി വിഷമിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഞങ്ങളാണ് ഇനി മാമിന്റെ കൈകൾ. മാമിന് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി. ആ നിമിഷം ഞങ്ങളോട് ഓടിയെത്തിയിരിക്കും. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വിളിച്ചോളാം. നിങ്ങളിപ്പോ റൂമിലേക്ക് പൊയ്ക്കോ. മാം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂന്ന് കരുതി മാം ഞങ്ങളെ വിളിക്കാതിരിക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടായല്ലോ. ഇപ്പൊ വേദന ഉണ്ടോ മാം? വേദന ഉണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ വരുന്നത് വരെ. നിങ്ങളുടെ സ്നേഹവും കരുതലും കൊണ്ട് ആ വേദന മാറിപ്പോയി.